കളർ കാണുമ്പോ കഴിക്കാൻ തോന്നുക. കഴിക്കണം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ പറയണം. പിന്നെ കയ്യല്ല നാവ്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാങ്ങ അച്ചാറാണ് കേട്ടോ. ഈ വിഷുവിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മാങ്ങ അച്ചാറാണ് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് കഴുകി, വെള്ളം ഒട്ടും തന്നെ പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ കുറച്ച് സമയം നമ്മളിത് മാറ്റി വെക്കണം. അതിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കണം മാങ്ങയിൽ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി പാൻ വെച്ചു, അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, എരിവിനനുസരിച്ച് പച്ചമുളക്, കറിവേപ്പില, പിന്നെ വേണ്ടത് നമുക്ക് വറ്റൽമുളകാണ് കേട്ടോ. വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഫ്ലെയിം ഒന്ന് ലോയിലാക്കി വെക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരി, അപ്പോൾ ഓരോരുത്തരുടെ പുളിക്കനുസരിച്ചുള്ള വിനാഗിരി വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം ഒരല്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതും ചേർത്ത് നമുക്ക് പിന്നെ ചേർക്കേണ്ടത് കായപ്പൊടി, ഉലുവാപ്പൊടി. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് നോക്കണം കേട്ടോ. ഓൾറെഡി നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. ബാക്കി ഉപ്പ് ചേർക്കുക. പിന്നെ ഒരല്പം പഞ്ചസാര കൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങ അപ്പം ആ അരപ്പൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ മാങ്ങ ഇട്ട് മിക്സ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു പിക്കിൾ റെഡിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കുക.